നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ശക്തമായി രംഗത്തുണ്ടായിരുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റിയും പാർട്ടി പരിചയവും ഭരണപരിചയവും മുൻനിർത്തിയാണ് ചെന്നിത്തല പക്ഷം അവകാശവാദം ഉയർത്തിയത്. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയ്ക്ക് ഭരണ സംവിധാനത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന വിലയിരുത്തലും അദ്ദേഹത്തെ പിന്തുണച്ചവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഹൈക്കമാൻഡ് ഒടുവിൽ യുവത്വവും ജനസ്വീകാര്യതയും മുൻനിർത്തി വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തതോടെ അസ്വസ്ഥത ശക്തമാവുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇഴഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. അനുനയിപ്പിക്കാനൊപ്പമുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെന്നിത്തല കടുംപിടുത്തത്തിലാണ്. ഉപാധികൾ വെക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആലോചന. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നും ചെന്നിത്തല പക്ഷത്തുള്ളവരെയും മന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെടും. ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നും ചെന്നിത്തല ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകുന്നതിൽ വി.ഡി. സതീശൻ ക്യാമ്പ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി തീരുമാനത്തിലെ അമർഷത്തിൽ നിയമസഭാ കക്ഷിയോഗം ബഹിഷ്കരിച്ച് ഗുരുവായൂരിലേക്ക് പോയ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയാണ് തലസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുമായിരുന്നു ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം. മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് ചെന്നിത്തല ഉത്തരം നൽകിയില്ല. എന്നാൽ വി.ഡി. സതീശൻ സന്ദർശനത്തിന് കാക്കാതെ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബന്ധുവിനെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ചെന്നിത്തല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജോസഫ് വാഴക്കനും അൻവർ സാദത്തും ചെന്നിത്തലയെ അനുഗമിച്ചു. അതേസമയം ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ചേരാൻ വി.ഡി. സതീശൻ നേരിട്ട് ക്ഷണിക്കുമെന്നാണ് വിവരം. മികച്ച വകുപ്പ് നൽകി അനുനയിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരണമെന്ന നിലപാടിലാണ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർക്കുമുള്ളത്. രമേശ് ചെന്നിത്തല അനുകൂല നേതാക്കൾ സതീശനുമായി ചർച്ച നടത്തി എന്നാണ് വിവരം. ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത് എന്നിവരാണ് ചർച്ച നടത്തിയവർ. ഇപ്പോൾ ഉയരുന്ന ആഭ്യന്തര വകുപ്പ് ആവശ്യം വെറും മന്ത്രിസ്ഥാനം നേടാനുള്ള ശ്രമമായി മാത്രം കാണാനാവില്ല. കേരള രാഷ്ട്രീയത്തിൽ ആഭ്യന്തര വകുപ്പ് അധികാരത്തിന്റെ കേന്ദ്രമാണ്. പോലീസ് സംവിധാനവും നിയമസമാധാന നിയന്ത്രണവും നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ലഭിക്കുന്നത് സർക്കാരിനകത്തെ ശക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ പ്രതീകമായാണ് വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയായ സതീശന് മേൽ ഒരു രാഷ്ട്രീയ ബാലൻസ് നിലനിർത്താനുള്ള ശ്രമമായും ഇതിനെ വായിക്കാം. അതായത് മുഖ്യമന്ത്രി നിങ്ങൾ, എന്നാൽ അധികാര കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന സന്ദേശമാണ് ചെന്നിത്തല പക്ഷം നൽകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനൊപ്പം ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം ഉയരുന്നത് കൂടുതൽ രാഷ്ട്രീയ പ്രസക്തി ഉള്ളതാണ്. ജോസഫ് വാഴക്കൻ ദീർഘകാല സംഘടനാ പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. KSUവിൽ നിന്ന് വളർന്നെത്തിയ അദ്ദേഹത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം സതീശൻ വിഭാഗത്തിന് ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടി സംഘടനയുടെ നിയന്ത്രണം ചെന്നിത്തല പക്ഷത്തിന് നൽകണമെന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ പുറത്തു വരുന്നത് കോൺഗ്രസിനുള്ളിലെ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഐക്യത്തിന്റെ മുഖം കാണിക്കേണ്ട സമയത്താണ് നേതൃത്വ വിവാദങ്ങളും അധികാര വടംവലിയും വീണ്ടും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാന പ്രഖ്യാപനത്തിന് പിന്നാലെ ചെന്നിത്തല നിയമസഭാ കക്ഷിയോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും അസ്വസ്ഥതയുടെ വ്യക്തമായ സൂചനയായാണ് വിലയിരുത്തപ്പെട്ടത്. അതേസമയം സതീശന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ജനകീയ നേതാവെന്ന ഇമേജ് നേടിയ സതീശന് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകൾ നിയന്ത്രിച്ചുകൊണ്ട് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ ബാധ്യതയാണുള്ളത്. അധികാരത്തിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ നേതൃത്വ പോരും പദവി സമ്മർദ്ദങ്ങളും ശക്തമാകുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ചരിത്രത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം പല സർക്കാരുകളെയും പ്രതിസന്ധിയിലാക്കിയ അനുഭവങ്ങൾ ഉള്ളതിനാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചുവെങ്കിലും പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണ് ഇനി വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണം.